നോക്കാൻ എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും പറഞ്ഞായിരുന്നു ഗൈസ് വീഡിയോയ്ക്ക് ചെറിയ ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് എൻ്റെ അവതരണത്തിൻ്റെ ആണോ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നതിൻ്റെ ആണോ എന്ന് എനിക്കറിയത്തില്ല ഗൈസ്. ഞാൻ നന്നാക്കാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷേ പറ്റുന്നില്ല, റെഡി ആവുന്നില്ല, എന്ത് പറയണമെന്ന് പറയാം ഗൈസ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, പക്ഷേ ഇന്നത്തെ വീഡിയോയ്ക്ക് അത് ആദ്യമേ കാണുന്ന നമ്മുടെ സബ്സ്ക്രിപ്ഷനൊക്കെ പറയുകയാണ്. ഞാൻ അഴീക്കലാണ് പോകുന്നത്, അതിൻ്റെ വീഡിയോ ആണ്. നിങ്ങൾക്ക് താല്പര്യമില്ലെന്ന് നിങ്ങൾ നേരത്തെ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, കാരണം മറ്റൊന്നും കൊണ്ടല്ല. ഇപ്പോൾ ഞാൻ 1-2 പ്രാവശ്യം ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓൾ കേരള ട്രിപ്പിനകത്ത് ഇത് ചെയ്യാതിരിക്കാൻ വേറെ നിർവാഹം ഇല്ലാത്തതുകൊണ്ടാണ് ചെയ്യുന്നത് കേട്ടോ. കാരണം നമ്മൾ അടുത്ത് കിടന്നിട്ട് നീ അവിടെ എന്താടാ പോകാൻ, പുതിയ അപ്ഡേഷൻസ് ഒന്നും കാണിച്ചില്ലല്ലോ എന്ന് നാളെ പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ടൈം വേസ്റ്റ് ചെയ്യേണ്ട, നേരെ അങ്ങോട്ട് പോകാം. പിന്നെ അതിനെക്കാട്ടിലും മുമ്പായിട്ടൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, പ്രിയപ്പെട്ട നമ്മുടെ ചങ്ക് സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ. കാരണം ഞാൻ ചെയ്യുന്ന ചെറിയൊരു തെറ്റുകളൊക്കെ അവരെന്തോ പറയാൻ മടിക്കുന്ന പോലെ. ഞാൻ എന്തെങ്കിലും തെറ്റുകൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പറയാം. ഇപ്പം എടാ നീ കാണിക്കുന്നത് ശരിയല്ലെങ്കിൽ ശരിയല്ല, നീ ഇന്നത് റെഡിയാക്കുക അത് റെഡിയാക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും പറയാം. നിങ്ങൾക്ക് അതിനകത്ത് യാതൊരു ഇതും വിചാരിക്കേണ്ട. അങ്ങനെ നിങ്ങൾ പറയുന്നതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ യാതൊരു വിഷമമില്ല, എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത് തെറ്റാണെന്നുണ്ടെങ്കിൽ അതിനകത്തോടെ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പറയുമ്പോഴേ എനിക്കിത് മനസ്സിലാക്കി ശരിയിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഗൈസ്. അപ്പം എല്ലാവർക്കും വലിയൊരു താങ്ക്സ് ഉണ്ട്. കുറേ ആൾക്കാർ കമൻറ്റൊക്കെ ചെയ്തായിരുന്നു, അപ്പം എല്ലാവർക്കും ഒരു താങ്ക്സ്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ടൈം വേസ്റ്റ് ചെയ്യേണ്ട. നമ്മൾ ഇരിക്കുന്നുണ്ട്, മോങ്കട്ടണ്ണനുണ്ട്. അപ്പം നമുക്ക് നേരെ പോവാം. ഫൈനലി ഒരു ഹിഡൻ സ്പോട്ട് വന്നിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ഒരുപാട് വലിയ ഹിഡൻ സ്പോട്ടൊന്നുമല്ല, പക്ഷേ എങ്കിലും ഒരു ഹിഡൻ സ്പോട്ടാണ്. അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, അവിടെ ആൾക്കാർക്ക് ഒന്ന് ഇരിക്കാൻ വേണ്ടിയുള്ള ഒരു സ്ഥലവും സൗകര്യമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഉണ്ട് അവിടെ, ഇതാണ് നമ്മുടെ കൊച്ചിരട്ടി പാലം. കൊച്ചിരട്ടി പാലം കഴിഞ്ഞാണ് നമ്മുടെ അഴീക്കൽ ബീച്ചിലോട്ട് വന്നില്ല നോക്കട്ടാ. അപ്പം ഗൈസ് ഇവിടെ നിന്നുള്ള വ്യൂ എന്നൊക്കെ പറയുന്നത് നൈസാണ്. ഇവിടെ ഫുട്ബോൾ ഗ്രൗണ്ടാണ്, ഇത് ഫുട്ബോൾ ഗ്രൗണ്ടാണ്. പിന്നെ അത് മാത്രമല്ല ആകാശമൊക്കെ ഇന്ന് എന്ത് നേരത്തില്ല ഭയങ്കര കളർഫുള്ളായിട്ട് നിൽക്കുന്നില്ല ഇവിടെ അല്ലേ, ആകാശമൊക്കെ കിടിലമായിട്ട് കളർഫുള്ളായിട്ട് നിൽക്കുന്നത്. പിന്നെ അത് മാത്രമല്ല ഗൈസ് ഇവിടെ വൈകുന്നേരം ഒരു സമയം ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ 4 മണി 4:30 ആകുമ്പോഴത്തേക്ക് കൂടുതൽ കളിക്കാൻ വരും കേട്ടോ. ഇവിടെ നല്ല കിടിലം കളിയാണ്. പിന്നെ അതുപോലെ ബോൾ പോകാതിരിക്കാൻ വേണ്ടി ഇവിടെ മൊത്തം നെറ്റൊക്കെ ഇട്ടേക്കുന്നുണ്ടോ. പിന്നെ അത് മാത്രമല്ല വണ്ടി പാർക്ക് ചെയ്യുക. ഇത് എന്തോത്തിൻ്റെ സ്റ്റേജാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, എന്തോത്തിൻ്റെ ആടാ, ശ്രീനാരായണ ഗുരു സ്മാരക സമിതി, ശ്രീനാരായണ ഗുരുവായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവമാണ് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്തൊരു പണ്ടത്തെ ഒരു കോവിലകം പോലത്തെ ഒരു വീട്. ഓ ഗൈസ് നൈസായിട്ടുണ്ട്. അതുമാത്രമല്ല ഇനി നമുക്കിനി എങ്ങോട്ടാണ് പോകുന്നത്, ഇനി നമുക്ക് പാടത്തിലോട്ട് പോയല്ലേ, പാടത്തിൽ പോയി ജസ്റ്റ് നൈസ് കുറച്ച് വ്യൂസ് കാണിക്കുക. അപ്പോൾ മച്ചാന്മാരെ നമ്മളങ്ങനെ ഫൈനലി നമ്മുടെ പാടത്തിൻ്റെ മണ്ടയ്ക്കുണ്ട്. പാലം വന്നപ്പോൾ ഒരു ബസ് പോയി, അയ്യോ പാലം കിടന്ന് കുലുങ്ങുക, എല്ലാം കൂടി ഇടിഞ്ഞു പൊളിച്ച് താഴെ ഇടായിരുന്നാൽ മതി. അപ്പം ഞാൻ നിങ്ങളെ ആ വ്യൂ ഒക്കെ ഒന്ന് കാണിച്ചു തരാം കിടിലമായിട്ട്. ഇപ്പം മച്ചാന്മാരെ കണ്ടോ നോക്കി, ഒരു ബോട്ട് പോകുന്നുണ്ടോ, എന്ത് രസമല്ലേ, കിടിലമായിട്ടുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കിടിലം ആകാശം. ഇന്നത്തെ ആകാശം എന്താണെന്ന് എനിക്കറിയത്തില്ല, ഇതുപോലൊക്കെ കിടിലൊരു ആകാശം ഞാൻ ആദ്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കുറേ നാളുകൾക്ക് ശേഷമാണെന്ന്. നീയോ ഇതുപോലത്തെ കിടിലൊരു ആകാശം, തെളിഞ്ഞിരിക്കുന്ന ഒരു ആകാശം കുറേ നാൾക്ക് ശേഷമാണ് കഴിച്ച് കാണുന്നത്. പിന്നെ അതുപോലെ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല കിടിലം വിഷ്വൽസാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. പിന്നെ അത് മാത്രമല്ല നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ശനി ഞായർ ദിവസങ്ങളിൽ വരാതിരിക്കാൻ ശ്രമിക്കുകയാണ്. മറ്റൊന്നും ഭയങ്കര ക്രൗഡായിരിക്കും, ഒരു രക്ഷയില്ല. പിന്നെ അത് മാത്രമല്ല എൻ്റെ അപ്പുറത്തെ സൈഡ് ചെയ്യേണ്ട അവിടെയൊക്കെ ആയിട്ട് ജെട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, മീനൊക്കെ ലേലം ചെയ്യുന്നത്. അതെനിക്ക് സൂം ചെയ്ത് കാണിച്ചാലും കാണാൻ പറ്റത്തില്ല, കുറച്ചങ്ങോട്ട് മാറിയാണ്. നമ്മൾ ആദ്യമേ പോയ സ്ഥലമാണ് കഴിച്ചത്. അങ്ങനെ അവിടുന്ന് പോയിട്ട് നമ്മൾ ഫൈനലി കറങ്ങി ഇവിടെ വന്നിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് ഈ പാലത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇടിഞ്ഞു പൊളി വീഴുകൂടാ സാധ്യതയില്ലല്ലേ, ഒന്നും പറയാൻ പറ്റത്തില്ല ഗൈസ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യുന്നത് പിന്നെ അടുത്ത സ്പോട്ട് പോകും. അപ്പം ഗൈസ് അങ്ങനെ ഫൈനലി നമ്മൾ അടിക്ക് ബീച്ചിലെത്തിയിട്ടുണ്ട്. നമ്മുടെ മുകളിൽ നിന്ന് ക്യാമറ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സൈഡിൽ കണ്ടോ, സൈഡിൽ നൈസ് കടകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ എവിടെയും. പിന്നെ അതുപോലെ ലൈറ്റ് ഹൗസ് ഇങ്ങനെ നീളത്തിൽ നിൽപ്പുണ്ട്. അവിടെ നമുക്ക് നമുക്ക് ബൈപ്പാസാണോ, ബൈപ്പാസ് അല്ല അഴീക്കൽ പാലം. അപ്പോൾ അഴീക്കലെ മെയിൻ പാലത്തിൻ്റെ കൂട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന സൈഡിൽ കാണുന്ന സംഭവം ഞാൻ കാണിച്ചു തരാം. പോകുന്ന സൈഡിൽ കണ്ടേ ഇവിടെ വലിയൊരു സംഭവങ്ങളൊക്കെ, വലിയ അഴീക്കൽ പാലം ഉദ്ഘാടനം കാര്യങ്ങൾ ഡീറ്റെയിലൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എനിക്കിത് വായിക്കണമെന്നുണ്ടെങ്കിൽ പോസ്റ്റായിട്ട് വായിച്ച് നോക്കാം. പിന്നെന്ന് പറയുന്നുണ്ടെങ്കിൽ ഗായ്സ് നമുക്ക് ഇങ്ങനെ നടന്നു പോകാൻ നേരത്ത് ഒരുപാട് മണ്ണുകൾ ഇങ്ങനെ കൂട്ടിയിട്ടുണ്ട്. അതിനകത്ത് ഒരു സ്ഥലമാണ് ഇത് കണ്ടോ, അത് മൊത്തം കിടക്കുന്നത് മണ്ണാണ്. പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അത് മാത്രമല്ല എനിക്ക് ഒന്ന് ഈ പാലത്തേക്ക് നല്ല ബിൽഡ് ക്വാളിറ്റിയിലാണ് തോന്നുന്നു പണിഞ്ഞിരിക്കുന്നില്ലയോ. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഒരുപാട് പെയിൻറ്റോ കാര്യങ്ങളൊന്നും ഫെയ്ഡായിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല കണ്ടോ. പെയിൻ്റൊക്കെ ആ ഒരു ക്വാളിറ്റി ഇപ്പോഴും അതുപോലെ ഒരു വർഷമായോ പണിഞ്ഞിട്ട്, 1 വർഷം 1-2 വർഷമായോ എനിക്ക് തോന്നുന്നു. ഞാൻ കോവിഡൊക്കെ ആയിട്ട് കിടക്കുന്ന സമയത്ത് എങ്ങനെയാണെന്ന് തോന്നുന്നു, കോവിഡായിട്ട് കിടക്കുന്ന സമയത്താണ്, അല്ലല്ല അത് ആലപ്പുഴ ബൈപ്പാസാണ്. ഞാൻ കോവിഡായിട്ട് കിടക്കുന്ന സമയത്ത് എന്താ പറയുന്നത് ഓപ്പൺ ആയത്. ഇതെനിക്ക് തോന്നുന്നു ഒത്തിരി നാളൊന്നും ആയില്ല, പക്ഷേ എങ്കിലും ചെയ്തേക്കുന്നതന്നെ പണി നൈസാണ്. പിന്നെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് സൈഡ് കണ്ടോ, സൈഡിൽ മൊത്തം മഴയാകുമ്പോൾ മണ്ണെല്ലാം കൂടെ കയറി
റോഡിൻ്റെ സൈഡിൽ മൊത്തം മണ്ണാണ്. ചിലപ്പോഴൊക്കെ പൊതഞ്ഞ് വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. ചില മഴ സമയത്തൊക്കെ ഇവിടെ ഭയങ്കരമായിട്ട് മണ്ണായിരിക്കും. ഇതൊക്കെ തെന്നിപ്പറിഞ്ഞ് വീഴാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതൊക്കെയാണ് ചെറിയൊരു സീൻ. ഇവിടെ നല്ല പക്കയാണ് കേട്ടോ. നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ നൈസായിരിക്കും. വരുവാണെന്നുണ്ടെങ്കിൽ ഈവനിങ് വൈബിനൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ പക്കയായിരിക്കും, പൊളിയായിരിക്കും. പിന്നെ അതുപോലെ കണ്ട് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റേ ഒരു ആർച്ച് കാണാൻ പറ്റും കണ്ടോ, പാലത്തിൻ്റെ ഒരിക്കൽ പാലത്തിൻ്റെ ആർച്ചാണ് കാണാം. നമുക്ക് ഇനി ഇവിടുന്ന് ഒരുപാട് നടക്കാറുണ്ട്. ഏകദേശം 1 കിലോമീറ്റർ ഇല്ലയോ, ഏകദേശം 500-600 മീറ്റർ കാണുമായിരിക്കും. അതിൽ കൂടുതലൊന്നും കാണാൻ വലിയ ചാൻസ് ഒന്നും ഇല്ല ഗൈസ്. വേണ്ടോ, വണ്ടിയൊന്നും വലിയ ഒരുപാട് തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ല. വണ്ടി ഇവിടെ ഭയങ്കര ബൈക്കിൽ അഭ്യാസ പ്രകടനങ്ങളായിരുന്നു. ഇപ്പോൾ അഭ്യാസ പ്രകടനമൊക്കെ വീടിയും പോലീസും കൂടെ നമുക്ക് കുറേയൊക്കെ ഒതുങ്ങിയിട്ടുണ്ടല്ലോ. നേരത്തെ ഇവിടെ എപ്പോഴും സ്പോർട്സ് ബൈക്ക്, സ്പോർട്സ് കാർ, അത് മോഡിഫൈഡ് ഇപ്പോഴും ഇടയ്ക്കൊക്കെ വരുമെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നൈസായിട്ട് ഇനിയും അവിടെ ഒരു അമ്മയുടെ ഒരു പാമ്പ് പിടിച്ച അമ്മയുണ്ട്. ആ അമ്മയുടെ കടയിൽ എന്തെങ്കിലും പിടിച്ച് കഴിച്ചാലും നൈസായിരിക്കും. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ് ഫുഡ് വ്ലോഗ് വേണമെന്ന്. എനിക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഫുഡ് വ്ലോഗ് ചെയ്യാൻ എനിക്കറിയത്തില്ല. അങ്ങനെ ചെയ്ത് റെഡിയാവോടോ എനിക്കറിയത്തില്ല. അത് ട്രൈ ചെയ്ത് നോക്കണം ഗൈസ്. പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇനി ഫ്യൂച്ചറിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇനി നേരെ അങ്ങോട്ട് പോവാം. ഇവിടെ എല്ലാം കിടിലാണ് കേട്ടോ. ഇവിടെ എല്ലാം അത്യാവശ്യം നല്ല വ്യൂ ആണ്. ഇവിടെ കണ്ടോ, നിങ്ങൾക്ക് ക്യാമറ കൂടെ കാണുമ്പോൾ ഞാൻ ഇപ്പോഴും പറയാം, എനിക്കറിയത്തില്ല എനിക്ക് എന്തുമാത്രം മനസ്സിലാവുമെന്ന്. പ്രായമായ ആൾക്കാരൊക്കെ കച്ചവടം ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പ്രായമാകാത്ത ആൾക്കാരും കച്ചവടം ചെയ്യുന്നുണ്ട് ഇല്ലടാ. കണ്ടോ, ഒരു അപ്പൂപ്പനാണ് അവിടെ കച്ചവടം ചെയ്യുന്നത്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, അങ്ങോട്ട് പോവാം. അങ്ങോട്ട് ജസ്റ്റ് നടന്ന് പോയിട്ട് ചോദിക്കാം എന്തുകൊണ്ട് കഴിക്കാമെന്ന് ചോദിക്കാം. ലൈറ്റ് ഹൗസിന് മണ്ടയ്ക്ക് കയറണോടാ. ലൈറ്റ് ഹൗസ് ഗംഭീര ലൈറ്റ് ഹൗസ്. പക്ഷെ പായലൊക്കെ പിടിച്ചിരിക്കും. എനിക്കൊന്ന് ഈയിടെങ്ങാണ്ട് പണിഞ്ഞെന്ന് തോന്നില്ലോടാ. ഈയിടെങ്ങാണ്ടല്ലേ പാല് പിടിച്ചിരിക്കുമായിരുന്നു. ഈയിടെങ്ങാണ്ട് പണിഞ്ഞെന്ന് തോന്നുന്നു. അപ്പൂപ്പാ എന്തൊക്കെയുണ്ട് കഴിക്കാൻ? ആ എണ്ണ ചൂടാക്കാൻ വെച്ചതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പേരെന്താ അപ്പൂപ്പൻ്റെ? എൻ്റെ പേര് പേരെന്താ അപ്പൂപ്പൻ്റെ? ഇത് യൂട്യൂബ് ചാനലുണ്ട്. അനിരുദ്ധൻ. അപ്പം വീഡിയോ ഒക്കെ കണ്ട് ഒരുപാട് ആൾക്കാരൊക്കെ വരും. ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് സാധനം കൊടുക്കണം കേട്ടോ. ഏറ്റവും നല്ല കൂടുതൽ ഉണ്ടാക്കി വെക്കാത്ത എന്താണെന്നറിയാം, ഫ്രഷ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഫ്രഷ് ആയിട്ട് അപ്പം നമ്മൾ കൊടുക്കുന്ന സാധനം നമുക്ക് തൃപ്തിയായിട്ട് കൊടുത്താൽ അവർക്ക് കഴിക്കുന്നവർക്ക് എന്നാ ഒരു കാര്യം, എനിക്ക് വേണം എന്തെങ്കിലും കഴിക്കാൻ വേണം. നിങ്ങൾ കണ്ടട്ടെ, കഴിച്ചിട്ട് അതിന്റെ ആ ഗുണം നിലവാരം ഒന്ന് അടിച്ചുവിട്ടേ. ഓക്കെ ഓക്കെ. അതുപോലെ ഇത് അങ്ങനെയല്ല, ഞങ്ങൾ കൂടെ ഇവിടെ ഇട്ട് ഈ പടിഞ്ഞാറത്തുള്ള കാറ്റ് തട്ടിച്ച് പിന്നെ തണുത്ത് കഴിഞ്ഞാൽ ആ രസത്തിന് വ്യത്യാസം, ടേസ്റ്റ് മാറും. അതുകൊണ്ടാണ് ഞങ്ങൾ കൂടുതൽ ഇവിടെ സ്റ്റോക്ക് മാത്രമല്ല കൂടുതൽ നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. ആൾക്കാർ വരുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റത്തില്ല. പറയാനൊക്കെ നേരത്തെ ആയിരുന്നെങ്കിൽ നല്ല കച്ചവടം ഉണ്ടായിരുന്നു. ഞങ്ങൾ 3-4 എൻ്റെ മക്കളുമായിട്ട് കച്ചവടം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ആള് കുറവല്ലേ? പാലം കാണാൻ വെറുതെ ആൾക്കാർ വരുന്നില്ലല്ലേ? ആ ഒരു ആവേശത്തിന് ലൈറ്റ് ഹൗസ് ഇതും കൂടെ രണ്ടും കൂടെ തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആളെല്ലാം കൂടെ 3 മണിക്കൂർ വരെ ഇവിടെ ബ്ലോക്കായി കിടന്നു. അത് പലയാണ്. എന്റെ ദൈവമേ. ഉദ്ഘാടനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത് ഒരു വ്യാഴാഴ്ച. അതിന്റെ അടുത്ത ഞായറാഴ്ച എന്ന് പറയുന്നതാണ് ഞങ്ങൾ ഇവിടെ കണ്ട കൂട്ടത്തിൽ ഏറ്റവും വലിയ ബ്ലോക്ക്. പോലീസുകാരൊക്കെ വന്ന് അവരെ കൊണ്ടുപോലും നിയന്ത്രിക്കുന്നു. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോയല്ലേ? അങ്ങനെ കാര്യം ചെയ്യാം. എന്തൊക്കെ കഴിക്കാൻ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ അപ്പോൾ നമ്മുടെ അപ്പൂപ്പൻ്റെ ചായത്തട്ട് ഇതാണ് കേട്ടോ. നമുക്ക് ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ട് കയറാം. കണ്ടോ, ചായ ഉണ്ട്. പിന്നെ കഴിക്കാൻ എന്തൊക്കെ സാധനം? അത് നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ. ഇവിടെ എല്ലാം സൈഡാണെന്നുണ്ടെങ്കിലും എല്ലാം അവിടെ അങ്ങോട്ട് കയറിയിട്ടാ എല്ലാം നല്ല വൃത്തിയായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗ്ലാസും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം പിന്നെ അതുപോലെ ചായ കാര്യങ്ങൾ, പിന്നെ എണ്ണ തന്നെ തിളപ്പിക്കാൻ വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് തിളച്ച് വേണം. അതിന് എണ്ണയൊക്കെ ചൂടാൻ നേരത്ത് കുറച്ച് സമയം എടുക്കും ഗൈസ്. കാരണം ഫ്രഷ് ആയിട്ട് വരുന്നാൽ ഇവിടെ ഫ്രഷ് ആയിട്ട് കഴിക്കാൻ പറ്റും. ഞാൻ കഴിച്ചിട്ട് ടേസ്റ്റ് ഒക്കെ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുന്നതായിരിക്കും. അവനങ്ങനെ ചൂടെണ്ണയ്ക്ക് എത്തണം, തിളച്ച് റെഡിയായിട്ട് കേട്ടല്ലേ. ഇനി എന്താ മുളക് ബജി ഉണ്ടല്ലേ? മുളക് ബജി ഇനി മുളകെല്ലാം വെട്ടി റെഡിയാക്കണം അല്ലേ? മുളക് വെട്ട് വേണോ? അത് കഴിഞ്ഞിട്ടേ മുളക് എടുത്തുള്ളൂ. ഓക്കെ. അപ്പം നമ്മുടെ ഏത്തയ്ക്കപ്പം ആദ്യം റെഡിയാവും. അത് കഴിയുമ്പോൾ മുളക് ബജി റെഡിയാവും. അത് കഴിയുമ്പോൾ പരിപ്പ് ഇടാം അല്ലേ? എല്ലാം പെയ്യെ കുറച്ച് ഇനി അടുത്ത പരിപ്പടയാണ് കഴിച്ചത്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇതിലൊക്കെ എണ്ണ ചൂടായി കിടക്കുന്നത് ഇത് മാവ് ശരിയായിരിക്കുന്നുണ്ട്. 2 മിനിറ്റ് ക്ഷമയുള്ളവരാണ് ഇരിക്കുന്നത് പറയും ഞങ്ങൾ. പിന്നെ അങ്ങനെ ചിലർ പാഴ്സലൊക്കെ വാങ്ങിക്കൊണ്ട് പോകും. നോക്കിയിട്ട് കണ്ടോളൂ.
ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ റെഡി ആവാൻ കുറച്ചും കൂടെ സമയം എടുക്കില്ല അങ്ങോട്ട്. എത്ര നേരം എടുക്കുമെന്ന് പറഞ്ഞേ? അരമണിക്കൂറിന് അടുപ്പിച്ചെടുക്കും. 10-15 മിനിറ്റ് എങ്കിലും മിനിമം എടുക്കും ഗൈസ്. അപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞ ചായ കുടിച്ചിട്ട് നമുക്ക് പോയി കറങ്ങിയിട്ട് വരുമ്പോഴത്തേക്കും അവർ സാധനങ്ങളെല്ലാം ഉണ്ടാക്കി വെക്കും. അപ്പോൾ നമുക്ക് കഴിച്ചിട്ട് പോകാം ഗൈസ്. നമുക്ക് നേരം ചായ കുടിക്കട്ടെ. നമ്മുടെ വീട്ടിൽ നിന്ന് കുടിക്കുന്ന കൊടുത്ത ചായ കേട്ടോ. നിനക്ക് എന്താ തോന്നി? കൊള്ളാം ഗൈസ്. അപ്പം നമുക്ക് നേരം ചായ കുടിച്ചിട്ട് കറങ്ങാം ഗൈസ്. അപ്പം ചായ കുടിയും പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. മൂടെണ്ണം ഫ്രീ ആയില്ലേ? നമുക്ക് നേരെ ഒരു കാര്യം ചെയ്യാം. നേരെ ലൈറ്റ് ഹൗസിൻ്റെ ഇട്ട് പോയാലോ? നമുക്കിനി നേരെ നടന്ന് ലൈറ്റ് ഹൗസിൻ്റെ ഇട്ട് പോയി. ഇതിൻ്റെ എൻട്രൻസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് നാക്ക് തിരിഞ്ഞ് പോകുന്നുണ്ട്. നിങ്ങളൊന്നും വിചാരിക്കരുത്, കാണാൻ പറ്റുന്നുണ്ടല്ലേ. ചൂട് ചായ പെട്ടെന്നാണ് കുടിച്ചത്, അതുകൊണ്ടാണ് അല്ലയോടാ. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. അല്ല ഇവിടെ എല്ലാ സൈഡിൽ കടകളുണ്ട് കേട്ടോ, ഒരുപാട് കടകളുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നോക്കിയാൽ എവിടെ നോക്കിയാലും കടകളുണ്ട്. പിന്നെ അതുപോലെ ഐസ്ക്രീം വണ്ടികളെല്ലാം അവിടെ എല്ലാം ഇറക്കിയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് കയറണം. എടാ ഇതിനെ മണ്ടയ്ക്ക് പെയിൻ്റ് അടിക്കുന്നുണ്ടൊരു ബക്കറ്റ് കണ്ടോ? കാണാൻ പറ്റുന്നുണ്ട് ഒരു ബക്കറ്റ്. എൻ്റെ മോനെ, അതുപോലെ എന്തോ ന്യൂ ഇയർ പാർട്ടി. കണ്ടാ, നിങ്ങൾക്ക് ന്യൂ ഇയർ പാർട്ടിക്ക് വേണമെങ്കിൽ വരാം കേട്ടോ. അപ്പം നമ്മുടെ എൻട്രൻസ് പോകാൻ പറ്റുന്ന ഏകദേശം ഇവിടെ ആയിട്ടാണല്ലേ. ഗൈസ് അങ്ങനെ കണ്ടോ, നമ്മളിതിൻ്റെ ഫ്രണ്ടിൽ വരുന്നുണ്ട്. വടം മൂടാ. നമുക്കിനി അവിടെ ടിക്കറ്റിന് ആളില്ലായിരുന്നു നേരത്തെ ഞങ്ങളങ്ങോട്ട് പോയപ്പം. അപ്പോൾ ഇപ്പം ടിക്കറ്റിന് ആൾ വന്നിട്ടുണ്ട്. മൂട്ടന് ഇപ്പം നിനക്ക് എത്ര വയസ്സ്? 15 വയസ്സ്. 14 വയസ്സിന് താഴെയാണെന്നുണ്ടെങ്കിൽ ആഫർ എത്തുകയായിരുന്നു. ഇപ്പോൾ ഫുള്ള് എടുക്കണം. ഓക്കെ ഗൈസ്, അപ്പം ഇവിടെ പന്ത് ഇപ്പം ഇവിടെ ഇരുമ്പൊക്കെ ചെറുതായിട്ട് ദ്രവിക്കും കേട്ടോ. ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ? 40 രൂപ. എടാ 14 വയസ്സിന് താഴെയാണെന്നുണ്ടെങ്കിൽ 30 രൂപ ആകത്തുള്ളായിരുന്നു. എന്ത് തുടങ്ങും കൂട്ടാ. ഓ ഗൈസ്, ചെരുപ്പുകളൊക്കെ വെളിയിടണമെന്നാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് ചെരുപ്പ് അപ്പം ആരും ഇല്ലാത്തെടുത്തിടാം. പോകാനേ ആരും എടുത്തോണ്ട് പോകല്ലേ. നമ്മളിവിടുത്തെ നാട്ടുകാരിടയ്ക്ക് ചെരുപ്പൊക്കെ എടുത്തിട്ടുണ്ട്. എന്തോ ഏത് ഈ സൈഡ്? ഓക്കെ, സ്റ്റെപ്പിൽ പോകാൻ പറ്റില്ല, ലിഫ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ഇനി ഈ സൈഡിൽ കൂടെ പറ്റത്തുള്ളൂ. കണ്ട ഇവിടെ എല്ലാം അയ്യോ ലിഫ്റ്റ് കണ്ടോ. ലിഫ്റ്റ് ഇങ്ങോട്ട് കയറാൻ നേരത്തെ അയ്യോ മണ്ടയ്ക്കൂടെ നോക്കി. കൊള്ളാല്ലോടാ. കൊള്ളാൻ നല്ല രസമുണ്ട്, കിടിലമായിട്ടുണ്ട് കാണാൻ. നല്ല എക്കോ ഉണ്ട് കേട്ടോ, അതാണ് ചെറിയ സംഭവം. ഒരു കാര്യം ചെയ്യാൻ, ലിഫ്റ്റ് വരുന്നുണ്ട് വരെ വെയിറ്റ് ചെയ്യും. ഇങ്ങനെ കിടന്ന് കറങ്ങുന്നതൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഇത് തുടല്ലോ. അങ്ങനെ നമ്മുടെ ഫൈനലി നമ്മുടെ ലിഫ്റ്റ് വന്നിട്ടുണ്ട്. അയ്യോ ഒന്ന് ഓപ്പൺ ആയിരുന്നെങ്കിൽ. ഓപ്പണായി. ഓക്കെ താങ്ക്സ്. അങ്ങനെ ആ അമ്മ വന്ന് അവിടെ സംസാരിച്ച് നൈസായിരുന്നു കേട്ടോ, നൈസ് കഴിയുമായിരുന്നു. അപ്പോൾ നോക്കി ഇനി മണ്ടയ്ക്കോട്ട് പോകാം. അയ്യോ ലിഫ്റ്റകത്ത് കയറി കൊള്ളാലടാ. ഇങ്ങോട്ട് അയ്യോ തലറങ്ങുന്നോ. അയ്യോ മൂക്കിട്ട പേടിച്ചിരിക്കുക കേട്ടോ. അയ്യോ കണ്ടോ ഇതിനെ വ്യൂ കണ്ടോ ഗൈസ്? നിങ്ങൾ ഞാൻ ലിഫ്റ്റിൽ കൂടെ പോകുമ്പോൾ ഇങ്ങനത്തെ വ്യൂസ് ഒക്കെ കാണാം. കണ്ടാ പിന്നെ പൊങ്ങി കയറുന്നു നൈസായിട്ട് കേട്ടോ. ഒരു രക്ഷയില്ല മോനെ. സീൻ ഓരോ പ്രാവശ്യം പോകുമ്പോൾ ഓരോ വ്യൂ അല്ലേ, വിൻഡേക്ക് തന്നെ മാറിയും കയറിയും വരുന്നത്. എൻ്റെ ഇവിടെ ഓരോ പ്രാവശ്യം പോകുമ്പോൾ ഓരോ വ്യൂ കണ്ടോ. അഴിക്ക് പാലത്തിൻ്റെ ഒക്കെ വ്യൂ ഇത് ലൈറ്റ് ഹൗസിൽ കൂടെ കണ്ടെങ്കിൽ മാത്രമേ ഇവിടെ പക്കയായിട്ട് തോന്നത്തുള്ളൂ ഗൈസ്. കണ്ടാ ഏകദേശം ഒരു ടോപ്പ് വ്യൂ എത്താറായിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്കിനി ഇറങ്ങാനുള്ള സമയമായെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലി ഞങ്ങൾ മണ്ടയ്ക്ക് കയറി എത്തിയിട്ടുണ്ട് ഗൈസ്. മണ്ടയ്ക്ക് കയറി എത്തിയപ്പോഴാണ് അറിഞ്ഞത് അതാണ് എൻട്രൻസ് ഭാഗം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ നൈസാണ് കേട്ടോ. ഒരു 360 വ്യൂ കാണിക്കുന്നതിൻ്റെ പക്കയാണ്. പിന്നെ ഇവിടെ മെയിൻ്റെനൻസ് വർക്ക് നടക്കുവാണ്. പിന്നെ പാട്ടൊക്കെ വെച്ച് റെസ്ട്രിക്ഷൻസ് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അതുപോലെ നമ്മുടെ അഴീക്ക് പാലത്തിൻ്റെ ആ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ആർസിൻ്റെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ അതുപോലെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബോട്ടിങ്ങിൻ്റെ ഒക്കെ വിഷ്വൽസ് പറ്റുകയാണെന്ന് ഞാൻ കൊടുത്തേക്കാം. പിന്നെ അതുപോലെ കണ്ടോ ബോട്ടിങ് കാണാൻ പറ്റുന്നുണ്ട്.
ഓക്കെ ഗൈസ്, അപ്പം ബോട്ടിങ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളവർക്ക് ഇത് ഞാനിപ്പോൾ നിൽക്കുന്നത് വലിയഴിക്ക് ബീച്ചും മറ്റേതാണ് അഴീക്കൽ ബീച്ച്, ആയിരത്തി ബീച്ച് എന്നൊക്കെ പറയും കേട്ടോ ഗൈസ്. അപ്പം നൈസായിട്ട് കിടലായിട്ടുണ്ട്. അത് മാത്രമല്ല കുറച്ച് വ്യൂ ഉണ്ട്. വാടാ ഗൈസ്, അങ്ങനെ നമ്മുടെ മണ്ടയ്ക്കത്തെ വ്യൂ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പം നമ്മളിനി താഴോട്ട് പോകാൻ പോകുന്നുണ്ട്. താഴോട്ട് പോയിട്ട് ഇനി നമുക്കിനിയും ഇവിടെ എല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി കാണണം ഗൈസ്. കൊള്ളാം, എന്തായാലും നല്ല രസമുണ്ട്. പിന്നെ ഹാർബർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, എനിക്കറിയത്തില്ല, സൂം ചെയ്ത് കാണിച്ചു തരാം. അതാണ് ഹാർബർ. അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല, സെക്യൂരിറ്റി റീസൺസ് ആണ്. പോകാൻ പറ്റുമോ അങ്ങോട്ട് ഹാർബറിലോട്ട്? പറ്റുമോ? നമുക്ക് എന്തായാലും നോക്കാം ഗൈസ്, പറ്റുവാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും കൂടെ പോകാം. പക്ഷെ എന്തായാലും മണ്ണ് കിടക്കുന്നുണ്ടോ, എന്ത് രസമാണ് അല്ലേ? നൈസ് കേട്ടോ, മണ്ണ് കിടക്കുന്ന വേറെ ലെവല കേട്ടോ. ഗൈസ്, അങ്ങനെ നമ്മൾ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. താഴോട്ട് പോകുമ്പോഴുള്ള വ്യൂ ഇങ്ങനെ കൊള്ളാം, നൈസാണ്. ഇവിടെ ചെറിയ വ്യൂ കാണാൻ പറ്റും കേട്ടോ. ഇവിടെ നിന്ന് കടലിലെ ചെറിയൊരു വ്യൂ കാണാൻ പറ്റും. കൊള്ളാണ്, നൈസാണ്. നമ്മൾ മണ്ടയ്ക്കുള്ള ഇതിനകത്തുനിന്നാണ് വ്യൂ ഉണ്ട്. നമ്മുടെ താട്ടിറങ്ങാൻ ഇതിനകത്തുനിന്ന് കാണാൻ വ്യൂ. എന്തായാലും കൊള്ളാം ഗൈസ്. ലൈറ്റ് ഹൗസ് ഒക്കെ നൈസാണ്. നിങ്ങൾ പറ്റുവാണെന്നുണ്ടെങ്കിൽ വന്ന് കാണണ്ടേ. ഇതിന്റെ അഴിക്കുന്ന ലൈറ്റ് ഹൗസ് കയറിയാലും പറ്റിയ കാര്യമൊന്നുമില്ല. അപ്പുറത്തെ ബീച്ച് ഇപ്പുറത്തെ ബീച്ചും കൂടെ നമുക്ക് കാണാൻ പറ്റും ഗൈസ്. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. എല്ലാം അങ്ങോട്ട് ഗൈസ്, അങ്ങനെ നമ്മൾ കയറിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കയറലും കഴിഞ്ഞ് ഇറങ്ങലും കഴിഞ്ഞില്ലടാ. എന്തുവാ ഇത്, കുറേ ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറുതായിട്ട് പിള്ളേർക്കൊക്കെ പറ്റുന്ന ചെറിയ ചെറിയ ആക്ടിവിറ്റി. എല്ലാം പുരോഗമനത്തിൻ്റെ വക്കിലാണ് ഗൈസ്. പുരോഗമിച്ചാൽ മതിയായിരുന്നു. അപ്പം നമുക്കിനി നമ്മുടെ ഈ പാതയിലൂടെ തന്നെ താഴോട്ട് ഇറങ്ങാം. എൻ്റെ പൊന്നുമോനെ, ഇതിൻ്റെ കാര്യമൊന്നും പറയരുത്. ഒരു നല്ലൊരു മണ്ണോടാക്കൊന്ന് കയറിപ്പോകാൻ പറ്റത്തില്ലല്ലോ. ഇതിനകത്തൂടെ കയറിപ്പോകാൻ പറ്റത്തില്ലല്ലോ. അതിന് മെനക്കെട്ട പരിപാടിയാണ്. ഒരുമാതിരി എല്ലും കുരികളെ മാത്രം ഉദ്ദേശിച്ച് വെച്ചത് പോലുണ്ട്. എല്ലാവർക്കും ബോഡി ഫിറ്റ്നസ് വേണമെന്ന് എൻ്റെ അർത്ഥം അല്ലേടാ. നോക്കട്ടെ മെയിനാ 6 പാക്ക് അല്ലേടാ. അങ്ങനെ നമ്മൾ ബീച്ചിലോട്ട് പോകണം ഗൈസ്. ബീച്ചിൽ പോകുന്നത് നമ്മൾ പോയ കടയെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇല്ല, കാർ എടുക്കുന്നതിൻ്റെ അപ്പുറത്തെ കടയായിരുന്നു. അപ്പം അവിടുത്തെ അങ്കിളെല്ലാം റെഡിയാക്കാം കേട്ടോ. നമുക്കൊരു കാര്യം ചെയ്യാം, ബീച്ചിലോട്ട് പോകണം. നമുക്ക് ഇതിൽക്കൂടെ നടന്നാൽ പറ്റും. അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം, അങ്ങോട്ട് പോകാം ഗൈസ്. അപ്പം നമുക്കിനി ഇതിൽക്കൂടെ നടന്ന് അങ്ങോട്ട് പോകാം. പണ്ടെന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ചൂണ്ടിടാനൊക്കെ ആയിട്ട് വരുമായിരുന്നു. അപ്പോഴെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും വണ്ടി കയറിക്കൊണ്ട് പോകാൻ പറ്റുമല്ലേ? ഇപ്പോഴും വണ്ടി കയറിക്കൊണ്ട് പോകാൻ ഇപ്പോഴും പറ്റും. പക്ഷേ നമ്മൾ വണ്ടി എടുത്തില്ല ഗൈസ്. വണ്ടി എടുക്കാൻ നമുക്ക് നടന്നു എക്സ്പ്ലോർ ചെയ്യാം. എക്സ്പ്ലോർ ചെയ്യുമ്പോഴല്ലേ ഗൈസ് അതിൻ്റെ ഒരു രസം. എന്തോ അല്ല ചേട്ടാ, ലൈവ് അല്ല, യൂട്യൂബ് വീഡിയോ എടുക്കാൻ എല്ലാം പിടിക്കാം. ഓക്കെ യൂട്യൂബ് വീഡിയോ എല്ലാം പിടിക്കണമെന്ന് ചേട്ടന്മാർ പറഞ്ഞിട്ടുണ്ട്. വേണ്ട, എല്ലാം പിടിച്ച സീനാണ്. എല്ലാം പിടിച്ചാൽ മിക്കവാറും പള്ളി വരും. നമ്മളെല്ലാം ഒന്നും പിടിക്കുന്നില്ല, ചെറുതായിട്ടുള്ള നോർമൽ കാര്യങ്ങളൊക്കെ പിടിക്കുക, അതായിരിക്കും നല്ലത്. സന്തോഷമായി. നമ്മുടെ അപ്പൂപ്പനാണ്ട് അവിടെ ഇരിപ്പുണ്ട് ഉണ്ടോ നമുക്കപ്പം നമ്മുടെ സൂപ്പർ. ഇത് മുട്ട ബജി, പരിപ്പ് വട, മുളക് ബജി, ഏത്തക്കപ്പം. നോക്കൂട്ടാ, ആദ്യം മുളക് ബജി എടുക്കാം. ചമ്മന്തി ഉണ്ടോ അമ്മേ? ചമ്മന്തി ഉണ്ടോ ഏട്ടെ? ചമ്മന്തി ഉണ്ട്. ഇതിനേക്കാളും മുന്നേ നമുക്ക് ഏത്തക്കപ്പം എടുക്കാം. അയ്യോ, ഏത്തക്കപ്പം വലിയ ഏത്തക്കപ്പം കേട്ടോ. വേണ്ട ടൊമാറ്റോ സോസൊന്നും വേണ്ട. ചമ്മന്തി അത് ഒഴിച്ചോ അമ്മേ? മുളക് ബജിയുടെ ഒക്കെ ഇടണം, ഒഴിച്ചു. ഓക്കെ, മതി. അപ്പം എന്താ നിനക്ക് വേണ്ട ആദ്യമേ? ഒന്നാമത്തേനും ചൂടുണ്ട്. ഇപ്പോൾ ഉണ്ടാക്കിയത് ഒരു ഹെവി ചൂടാണ് കഴിച്ചു. ചൂടെന്ന് പറയുന്നത് രക്ഷയില്ലാത്ത ചൂടാണ്. ഉമ്മക്ക് ഉള്ളിൽ പോകുന്നുണ്ട് ഉണ്ട് കഴിച്ചാൽ. ഒന്നാമതായിട്ട് പഴുത്ത ഏത്തയ്ക്കാൻ വെച്ചാൽ ഉണ്ടാക്കിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ഉള്ളതായിട്ടുള്ളത് പറയാം. പിന്നെ നമുക്കിനി അടുത്തയായിട്ട് ഇനി ഏത്തയ്ക്കപ്പം തൽക്കാലത്തേക്ക് കൂടെ ചെയ്ത് തണുക്കണം. മുളക് ബജി അത്യാവശ്യം തണുത്തേ, നമുക്ക് മുളക് ബജി ഒന്ന് എടുത്ത് നോക്കാം. കൊള്ളാടാ, ചമ്മന്തി വെച്ച് കുതിർത്തി വെച്ചേക്കുന്ന സാധനം കേട്ടോ. കൊള്ളാം കഴിച്ചു. മുളക് ബജി എനിക്ക് ഇഷ്ടപ്പെട്ടു. സൂപ്പർ മുളക് ബജി. അമ്മ 2 ചായയും കൂടെ കേട്ടോ. നേരത്തെ 2 ചായ കുടിച്ചാൽ, പക്ഷേ 2 ചായയും കൂടെ കുടിക്കണം. എനിക്ക് റെഡി ആവത്തില്ല. എന്നാൽ ഒരു ചായ മതി, അവന് വേണ്ടത്. അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് ഇനിയും നമ്മുടെ മുട്ട ബജി എടുക്കാം. മുട്ട ബജി എടുത്തിട്ട് വലുത് മൂട്ടം കഴിക്കും.
ചെറുത് ഞാൻ കഴിച്ചോളാം. ഒട്ടോരി എടുത്ത് ചമ്മന്തിക്കകത്ത് നോക്കി. കുഴപ്പമില്ല, നൈസായിട്ടുണ്ട്. എക്സ്ട്രീം ഒന്നും പറയത്തില്ല, പക്ഷെ എങ്കിലും വലിയ കുഴപ്പമില്ല. ചൂടിയൊക്കെ അപ്പം നിങ്ങൾ തിന്നുന്നടാ കേട്ടോ എൻ്റെ മാൻ. ആഹാ, മുട്ട വെച്ച് നോർമൽ. മുട്ട വെച്ച് നോർമൽ തോന്നി. നീ കഴിച്ചിട്ട് ഒപ്പീനിയൻ വേണം കേട്ടോ. ഇനി പരിപ്പട. ആഹാ, കറുമുറാന്ന് ഇരിക്കുന്നു. കേൾപ്പിച്ചല്ല കൊണ്ടിരിക്കാൻ പറ്റുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാം, കഴിച്ചിട്ട് വന്നിട്ട് അഭിപ്രായം പറയാം. ഓക്കെ ഗൈസ്, അവിടുന്ന് ഫുഡ് കഴിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുളക് ബജിയാണ് കേട്ടോ. മൂടാ, നിനക്ക് എന്തേലും കൂടി ഇഷ്ടപ്പെട്ട ഉള്ള സത്യം ഉള്ള അരി ഉള്ള പോലെ പറ. മുളക് ബജി ഗൈസ് ഒരു രക്ഷയില്ല. എനിക്ക് തോന്നുന്നില്ല ആടാ അത് കടലമാവും വെച്ചാൽ അല്ലെന്നുണ്ടെങ്കിൽ മൈദ വെച്ചാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭയങ്കര ക്രഞ്ചിയാണ്, ഭയങ്കര ക്രിസ്പിയായിരുന്നു അല്ലേ. അപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട്. മുട്ട ബജി ബാക്കിയുള്ളതെല്ലാം ആവറേജ്. ഏത്തക്കാപ്പം നൈസാണ്. ഏത്തക്കാപ്പം നല്ല പഴുത്ത മറ്റേ തൊലിയൊക്കെ ഇല്ല, കറുത്തില്ല ഏത്തക്കയില്ല ഗൈസ്. ആ ഏത്തക്ക വെച്ചുണ്ടാക്കി ഏത്തക്കാപ്പായിരുന്നു, നൈസായിരുന്നു. ഏത്തക്കാപ്പം നൈസായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുളക് ബജിയാണ്. നിങ്ങൾ പോകാൻ നേരത്തെ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. ഈ എണ്ണ അതുപോലെ തന്നെ വെളിച്ചെണ്ണ, അതായത് എന്താ പറയുക, ഈ തലേ ദിവസം ഉപയോഗിച്ചെണ്ണ ഉപയോഗിക്കത്തില്ലെന്നാണ് അറിയാൻ സാധിച്ചത്. ആ അങ്കിള് പറഞ്ഞതും. ആ അങ്കിളല്ല, അപ്പം കഷ്ടം പാവം പിടിച്ചില്ല അപ്പൂപ്പനായിരുന്നു കേട്ടോ. ഭയങ്കര കാര്യമായിരുന്നു. അങ്ങനെയൊക്കെ ഉള്ളവരെ നമ്മൾ അല്ലടാ ഭയങ്കര കാര്യമായിരുന്നു കേട്ടോ. ഇതൊരു പ്രത്യേക ഫീലാണ് ഗൈസ്. എനിക്ക് നിങ്ങൾക്ക് എന്തുമാത്രം പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു ഹിഡൻ സ്പോട്ടിലാണ് കേട്ടോ. നമ്മുടെ അഴീക്ക എന്ന് പറയുന്ന ബീച്ച് എന്ന് പറയുന്നത് അങ്ങ് നിൽക്കുകയാണ് കേട്ടോ. അതാണ് ദൂരെയാണ് അഴീക്ക ബീച്ച്. കാണാൻ പറ്റുന്നതെന്ന് അറിയത്തില്ല, ചെറുതായിട്ട് എങ്ങനെയാണ് ആ ഒരു പാലം കണ്ടോ. അതാണ് നമ്മുടെ അഴീക്ക ബീച്ച്. അവിടുന്ന് നമ്മൾ ഇത്രയും ദൂരെ, ഇത് ഞാൻ പണ്ട് നേരത്തെ കിടിലമായിട്ട് നിരന്ന് കിടന്നൊരു സ്ഥലമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ എല്ലാം പൊക്കവും താഴ്ചയായി. പക്ഷേ അയ്യോ നല്ല പൊക്കവും താഴ്ചയായി ഇല്ലൂടെ. ഓ ഗായ്സ് ഉണ്ടോ, ഈ ഒരു അവസ്ഥയാണ് ഇപ്പം നിലവിൽ. നല്ല സന്ധ്യ ആവാറായിട്ടുണ്ട്, സൂര്യനൊക്കെ പെയ്യെ താന്ന് വരുന്നു. ഇന്ന് കയറേണ്ട വീഡിയോ ആണ് കേട്ടോ ഗൈസ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളായിരുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ പറയുക. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ പറയുക. തിരുത്താൻ പറ്റുന്നതാണെങ്കിൽ നല്ല. നിങ്ങൾ പറയുന്ന തെറ്റുകുറ്റങ്ങൾ തെറ്റായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്, ഉറപ്പായിട്ട് ഞാൻ തിരുത്തിയിരിക്കും ഗൈസ്. അതിൽ യാതൊരു സംശയമില്ല, യാതൊരു നാണക്കേടോ കാര്യങ്ങളോ ഒന്നുമില്ല എനിക്ക്. നിങ്ങൾ എല്ലാവരും മനുഷ്യല്ലേ ഗൈസ്, മനുഷ്യരാകുമ്പോൾ തെറ്റും കുറ്റങ്ങളൊക്കെ പറ്റും. അത് തിരുത്താനുള്ള മനസ്സ് എനിക്കുണ്ട് ഗൈസ്, അത് ഞാൻ തിരുത്തുകയും ചെയ്യും. അപ്പം ഗൈസ് ഇതിനേക്കുള്ളായിട്ടൊരു മറ്റു വീഡിയോ കാണുന്ന വരെ ബൈ. മങ്കൂട്ടണ്ണ ടാറ്റാ.